ഇനി നമുക്ക് കാണേണ്ടത് ഭഗവാൻ കൃഷ്ണൻ വൃന്ദാവനത്തിൽ 14 വർഷമാണ് ചെലവഴിച്ചത്. പ്രസവിച്ച അമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ കൃഷ്ണന് പറ്റിയിട്ടില്ല. ഇപ്പോൾ യശോദാദേവിയുടെ പുത്രനായിട്ടാണ് കൃഷ്ണൻ വളരുന്നത്. പക്ഷെ കൃഷ്ണൻ ശരിക്കും ദേവകീദേവിയുടെ പുത്രനാണ്. ഈ വർഷങ്ങൾ ഇങ്ങനെ പോകുമ്പോഴാണ് നാരദ മഹർഷി കംസന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറയുന്നത്, ഹേ കംസ, ഗോകുലത്തിൽ വൃന്ദാവനത്തിൽ വളരുന്ന കൃഷ്ണനാണ് നിന്റെ അന്തകൻ, 8ാമത്തെ പുത്രൻ. നീ വല്ലതും അറിഞ്ഞിരിക്കുന്നു? കംസൻ ഞെട്ടിപ്പോയി. എല്ലാ കുട്ടികളെയും തീർത്തു എന്നാണ് വിചാരിച്ചത്. പക്ഷേ നാരദര് പറഞ്ഞു, നിന്റെ പൂതനയുടെ അവസ്ഥ അഡ്രസ് ഉണ്ടോ? അവൾ അന്നൊരു പോക്ക് പോയതാ, പിന്നെ അഡ്രസ് ഇല്ല. ശകടാസുരൻ, തൃണാവർത്തൻ, നിന്റെ കേശി, അഘാസുരൻ, ഇങ്ങനെ അനവധി ബകാസുരൻ, ഇങ്ങനെ അനവധി അസുരന്മാർ. ഇതൊന്നും അഡ്രസ് ഇല്ല, എല്ലാം പോയി ഇവിടുന്ന്. ആരുടെ കൈകൊണ്ടാ പോയതെന്നറിയോ? എല്ലാം കൃഷ്ണന്റെ കൈകൊണ്ടാണ് പോയത്. അതുകൊണ്ട് നീ എന്ത് മനസ്സിലാക്കണം? ആ കൃഷ്ണനാണ് നിന്റെ അന്ധകൻ എന്ന് പറഞ്ഞതും കംസൻ അവിടെ നാലറി, എന്നാ ഇപ്പം തന്നെ അവിടെ കൊന്നേക്കാം, അങ്ങോട്ട് ചെല്ലു, നീ പോയവരൊന്നും ഈ വഴിക്ക് വന്നില്ല. എടോ, യുക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട് വേണം കൃഷ്ണനെ തോൽപ്പിക്കാൻ. നാരദരെ ഒന്ന് പറഞ്ഞു തരൂ. നീ ഒരു കാര്യം ചെയ്യൂ, നീ ഒരു ആഘോഷം വയ്ക്കും, ഉത്സവം. എന്തുത്സവം? ധനുരുത്സവം. ആ ധനുരുത്സവത്തിന് കൃഷ്ണനെ ക്ഷണിക്കുക. നിന്റെ മല്ലന്മാരെ കൊണ്ട് കൃഷ്ണനെ അങ്ങോട്ട് കൊന്നോളൂ, ഇല്ലെങ്കിൽ നീ അങ്ങോട്ട് കൊന്നോളൂ, നിനക്ക് ഇവിടെ വെച്ച് കൊല്ലാവുന്നതേ. ഇത് പറഞ്ഞ് നാരദര് എല്ലാം ഒരു വഴി ഉണ്ടാക്കി കൊടുത്തു കംസന്റെ കാര്യത്തില്. നാരദര് പോയി. ഉടനെ അക്രൂരരെ വിളിച്ച് പറഞ്ഞയച്ചു, കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരണം. അക്രൂരർ വൃന്ദാവനത്തിലെത്തി. കൃഷ്ണനോട് പറഞ്ഞു, അമ്മാവൻ ക്ഷണിക്കുന്നുണ്ട്. അപ്പൊ നന്ദഗോപനും കുറച്ച് ഗോപന്മാരും പുറപ്പെട്ടു. വഴിയിൽ വെച്ച് അക്രൂരർക്ക് ഭഗവാൻ തന്റെ അനന്തശായിയുടെ രൂപം കാണിച്ചു കൊടുത്തു. മധുരയിലെത്തി. താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കൃഷ്ണന് ആഗ്രഹം പട്ടണം കാണണം. കുറച്ച് ഗോപന്മാരുടെ കൂടെ പുറപ്പെട്ടു. അപ്പൊ ഇവരൊക്കെ ഈ ഗ്രാമീണവാസികളല്ലേ, ഉടുത്തതൊക്കെ അഴുക്കും ചാണകത്തിന്റെ ഒക്കെ കളറും. അപ്പൊ ഇവിടെയൊക്കെ പട്ടണത്തിൽ നല്ല വസ്ത്രമൊക്കെ ധരിച്ച ആൾക്കാര്. അപ്പൊ ഇവർക്കൊരു മോഹം, നല്ല ഡ്രസ്സ് ധരിക്കണം. എവിടുന്നാ കിട്ടുക? അപ്പോഴാണ് ഒരു വസ്ത്രക്കാരൻ അലക്കി വൃത്തിയാക്കി കൊണ്ടുപോകുന്ന വസ്ത്രം. അപ്പൊ അവനോടൊരു, ഹേ, കുറച്ച് വസ്ത്രം താടും. ഇവൻ പറഞ്ഞ, കുറച്ചെണ്ണം വന്നിരിക്കുന്നു, കൺട്രി ലുക്ക് കുറെ വന്നിരിക്കുകയാണ്. ഇത് രാജാവിന്റെ വസ്ത്രം നിങ്ങൾക്ക് തരാനുള്ളതാണ്. എവിടുന്നോ വന്നിരിക്കുന്നു കുറെ ആട്ടിടയന്മാര് എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണന്റെ നേരെ ചാടി. കൃഷ്ണൻ ഒരൊറ്റ ചാട്ടത്തിന് തലയ്ക്കൊരടി കൊടുത്ത് ഓർമ്മ. ഹെൽമെറ്റ് ഇടാത്തോണ്ട് അപ്പം തീർന്നു അയാളുടെ. പിന്നെ ആ വസ്ത്രമൊക്കെ എടുത്തു. അവിടെ തുന്നൽക്കാരൻ ആ കാലത്തുണ്ടത്രേ, അയാൾ വെട്ടി പാകത്തിനാക്കി കൊടുത്തു കൃഷ്ണനൊക്കെ വസ്ത്രം. ഗോപന്മാരൊക്കെ പുത്തൻ വസ്ത്രമൊക്കെ ധരിച്ച് ഇരിക്കുമ്പോഴാണ് വളഞ്ഞു കൂനിയേറ്റൊരു സ്ത്രീ കുറെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പൊ അവളെ കണ്ടിട്ട് കൃഷ്ണൻ പറഞ്ഞു, സുന്ദരി എന്നൊരു വിളി. അവള് ഞെട്ടിപ്പോയി. കാരണം ജീവിതത്തിൽ ആരും അങ്ങനെ ഒരു വിളി അവളെ വിളിച്ചിട്ടില്ല. എല്ലാരും കൂനി എന്ന് വിളിച്ചിട്ട് ഇപ്പൊ കൃഷ്ണൻ വിളിച്ചിരിക്കുന്നു സുന്ദരി. കുറച്ച് കുറിക്കൂട്ട്. അവള് പറഞ്ഞു, എത്ര വേണമെങ്കിലും എടുത്തോളൂ. ആ പേര് കേട്ടപ്പോഴേ ഒരു സന്തോഷം. കൃഷ്ണനെ കുറിക്കൂട്ടൊക്കെ കൊടുത്ത് അവൾക്ക് കുനിഞ്ഞ് നിവരാൻ പറ്റില്ല. ഭഗവാന് തോന്നി ഇവളെന്ന് നിവർത്താൻ. അങ്ങനെ ഭഗവാൻ അവളുടെ പെരുവിലൊക്കെ ചവിട്ടി, അവളുടെ താടിയിലും കഴുത്തിലൊക്കെ ഒരു അമർത്തിയൊരൊറ്റ വലി. ആദ്യത്തെ ഓർത്തോ സർജൻ. വളഞ്ഞ അവളെ ഭഗവാൻ നിവർത്തിയെന്നാണ്. അങ്ങനെ അവളെ സുന്ദരിയാക്കിയെന്നാണ്. അതോടുകൂടി അവൾക്ക് കൃഷ്ണനെ വേണ്ടു. പിന്നെ കൃഷ്ണനെ പോവാൻ സമ്മതിക്കില്ല. അതും കഴിഞ്ഞ് അവിടെ ധനുസ് വെച്ചിട്ടുണ്ട്. അവിടെ ചെന്നു. ആ ധനുസ്സിനെ കൃഷ്ണൻ ശ്രീരാമസ്വാമി കൊണ്ട് ത്രംബക വില്ലൊടിച്ച പോലെ ഈ വില്ലിനെയും പൊട്ടിച്ചു. അത് കേട്ടപ്പോഴേ കംസന്റെ ഞെട്ടൽ രണ്ടാമത്തെ ഞെട്ടലായിരുന്നു. അശരീരിയിൽ ഞെട്ടി, കാരാഗ്രഹത്തിലൊരു കറുത്ത നിഴല് കണ്ട് ഞെട്ടി. ഇപ്പൊ ഇതാ മൂന്നാമത്തെ ഞെട്ടൽ.
പിറ്റേ ദിവസം ഇവര് മല്ലയുദ്ധം കാണാൻ പോകുന്ന രീതിയിൽ അവരെ കൊണ്ടുവരും. വഴിയിൽ കുവലയാപീഠം, അതിനെ കൃഷ്ണനും ബലരാമസ്വാമിയും ചേർന്ന് വധിച്ചു. പിന്നീട് അവര് മല്ലയുദ്ധ വേദിയിലേക്ക് കടക്കുമ്പോഴാണ് മല്ലന്മാരായ മുഷ്ടികനും ചാണൂരനും, ഈ കഥകളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്, ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ്, അവരെയും വധിച്ച് കംസനിരിക്കുന്ന മഞ്ചത്തിൽ ചാടി കംസനെ ഒറ്റ അടി കൊടുത്തുള്ളൂ. കംസൻ തീർന്നു. കുറെ കാലമായിട്ട് കൃഷ്ണനെ വിചാരിച്ച് ഹാർട്ട് വീക്കായിരുന്നു കംസന്റെ. ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് പേഷ്യന്റ് ആണ് ആര്? കംസൻ. വേറെ ഒന്നും വേണ്ടി വന്നില്ല. ഒരു തട്ട് തട്ടിയപ്പോ തന്നെ ഉണങ്ങിയ ഇല വീഴുന്ന പോലെ കംസൻ തീർന്നു. കംസൻ മരിച്ചതോടുകൂടി കാരാഗ്രഹത്തിൽ കിടക്കുന്ന അച്ഛനമ്മമാരെ കാണുന്നു. ആ യശോദാദേവി മാറോട് ചേർത്തങ്ങോട്ട് പൊട്ടി കരയാണ്. അമ്മയ്ക്ക് മുലപ്പാലൊക്കെ ചെറുന്നു എന്നാണ്. തന്റെ പുത്രനെ 14 വർഷത്തിന് ശേഷം കാണാൻ. ഈ സമയത്ത് പൊട്ടിക്കരയുന്നു നന്ദഗോപുരൻ. കാരണം ഇനി എന്താ യശോദാദേവിയോട് പറയുക? പുത്രനായി വളർത്തി, ഇനി പുത്രനല്ല, ഒരു വളർത്തുപുത്രൻ മാത്രമാണ് കൃഷ്ണൻ എന്നൊക്കെ എങ്ങനെ പറയും? ഗോപന്മാരൊക്കെ സങ്കടത്തിലായി. പക്ഷെ കൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്നും മധുരയിൽ താമസം. ഉഗ്രസേന ചക്രവർത്തി രാജാവായി. പിന്നീട് കൃഷ്ണൻ ഗുരുകുല വിദ്യാഭ്യാസത്തിനായി സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പോവാൻ. മധുരയിൽ നിന്നും ഉജ്ജയിനേക്കുള്ള യാത്ര. 64 ദിവസം 64 കലകൾ കൃഷ്ണൻ പഠിച്ചു. അങ്ങനെയാണ് തേരോടിക്കാനുള്ള വിദ്യയും പലതും കൃഷ്ണൻ പഠിച്ചെടുത്തത്. സാന്ദീപനി മഹർഷിയിൽ നിന്നും പലതും കൃഷ്ണൻ സ്വായത്തമാക്കി. അന്ന് കൃഷ്ണന്റെ കൂടെ ഗുരുകുലത്തിലുണ്ടായിരുന്ന സഹപാഠിയായിരുന്നു കൃഷ്ണന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് എന്ന് പറയില്ലേ, നമ്മള് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ആര്? ആ സുദാമാവിനെ നാളെ ഈ സമയത്ത് നിങ്ങൾ അവിടെ കാണും. ഇങ്ങനെ കൃഷ്ണൻ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് മധുരയിൽ പോയി. ആ മധുരയിലിരിക്കുന്ന കാലത്ത് കൃഷ്ണന് കിട്ടിയ മറ്റൊരു സുഹൃത്താണ് ഉദ്ധവൻ എന്ന് പറയുന്ന അതിമാനുഷിക ശക്തിയുള്ള ബുദ്ധിവൈഭവമുള്ള ഒരാൾ. കൃഷ്ണനോളം തന്നെ ബുദ്ധിമാനായിരുന്നു ആര്? അതേ വിവാഹമൊന്നും കഴിച്ചില്ല. തന്റെ ജീവിതം പരിപൂർണമായി കൃഷ്ണ സേവനത്തിന് അർപ്പിച്ചു. കൃഷ്ണനെ ഒരു നിഴലുപോലെ പിന്തുടർന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ദ്വാരകയുടെ പ്രധാനമന്ത്രി പദം ഉദ്ധവരെയാണ് ഏൽപ്പിച്ചത്. ഉദ്ധവരും കൃഷ്ണനും ഓൾമോസ്റ്റ് സെയിം ഏജാണ്. കൃഷ്ണ ഭഗവാൻ എന്തുടുക്കുന്നോ അതായിരിക്കും പിറ്റേ ദിവസം ഉദ്ധവൻ ഉടുക്കുന്നത്. കൃഷ്ണൻ കഴിക്കുന്ന പാത്രത്തിലെ ഉദ്ധവൻ കഴിക്കുള്ളൂ. കൃഷ്ണൻ ഉപയോഗിച്ച സാധനങ്ങളെ ഉദ്ധവര് ഉപയോഗിക്കുന്നു. അത്ര കൃഷ്ണ താതാത്മ്യത്തിൽ ജീവിച്ച ഒരു മഹാനായിരുന്നു ഉദ്ധവര്. ഒരു ദിവസം ഭഗവാൻ ഉദ്ധവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഉദ്ധവ, 14 കൊല്ലം ഞാൻ വൃന്ദാവനത്തിലായിരുന്നു. ഗോപികമാർക്ക് എന്നോടുള്ള പ്രണയം, പാവം യശോദാദേവിക്ക് എന്നോടുള്ള ആ മാതൃവാത്സല്യം, നന്ദഗോപരുടെ ആ ഒരു പിതൃവാത്സല്യം, അവർക്കൊക്കെ ഞാൻ ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന എനിക്ക് ചിന്തിക്കാവുന്നത്. പക്ഷെ എനിക്കിപ്പം പോവാൻ പറ്റില്ല. ഉദ്ധവർ അവിടെ ചെന്ന് അവരൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കണം, അവർക്ക് ചില സന്ദേശങ്ങളൊക്കെ കൊടുത്ത് സമാധാനിപ്പിക്കണം. ഉദ്ധവര് പോയിക്കോളും. അങ്ങനെ ഭാഗവതത്തിലെ 46ഉം 47ഉം അധ്യായം ഉദ്ധവദൂതെന്ന് പറയുന്ന അതിഗംഭീരമായ ഒരു ഭാഗം കൊണ്ട് ധന്യമാണ്. ഉദ്ധവര് വൃന്ദാവനത്തിൽ പോകുന്ന ആ ഒരു രംഗം ഇന്നും വൃന്ദാവനത്തിൽ ഉദ്ധവരെത്തിച്ചേർന്ന സ്ഥലമൊക്കെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ആ വൃന്ദാവനത്തിൽ ഇന്നും ഈ കാലഘട്ടം അപ്പൊ വൃന്ദാവനവും ഉദ്ധവരുടെ യാത്ര വളരെ പ്രധാനമായിരുന്നു. ഉദ്ധവര് നേരെ വൃന്ദാവനത്തിലെത്തുന്നു. കൃഷ്ണന്റെ വേഷമണിഞ്ഞ് വന്നതുകൊണ്ട് ആദ്യം ഇവര് തെറ്റിദ്ധരിച്ചു സാക്ഷാൽ കൃഷ്ണനാണ്. കൃഷ്ണനെ പോലെ ഇത്തിരി ഇരുണ്ട നിറവാണ്, മയിൽപീലിയാണ്. അങ്ങനെ ഉദ്ധവരെ സ്വീകരിച്ചു. നന്ദഗോപ ഗൃഹത്തിലേക്ക് ഉദ്ധവര് കയറി. ഉദ്ധവര് കണ്ടതും യശോദാദേവി പൊട്ടിക്കരയാൻ തുടങ്ങി. എന്റെ കണ്ണന് സുഖല്ലേ? എന്റെ കണ്ണൻ എങ്ങനെ ഇരിക്കുന്നു?
അത് സ്വാഭാവികമാണ്. കാരണം ഇത്രയും കാലം കൃഷ്ണനെ മകനെ പോലെ വളർത്തിയിട്ട് പെട്ടെന്ന് കൃഷ്ണൻ മകനല്ലാതെ ആവുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന, അതും പെറ്റ അമ്മയ്ക്ക് എത്ര ഉണ്ടാവുമോ അത്രയും ആ വേദന അമ്മയ്ക്കും ഉണ്ട്, നന്ദഗോപരുടെ അല്ലേ. അങ്ങനെയുള്ളൊരു വേദനയിൽ നിറഞ്ഞു നിൽക്കുന്ന അമ്മ പറയാൻ, എന്ത് കണ്ടാലും എനിക്ക് കൃഷ്ണനാണ്, കൃഷ്ണനില്ലാത്തൊരു വൃന്ദാവനം എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. നിറഞ്ഞു നിൽക്കുകയാണ് കൃഷ്ണൻ. കാക്കകളെ കാണുമ്പോഴും കുയിലുകളെ കാണുമ്പോഴും മയിലുകളെ കാണുമ്പോഴും മാനുകളെ കാണുമ്പോഴൊക്കെ കൃഷ്ണ ഓർമ്മകളാണ്. അതുകൊണ്ട് ഉദ്ധവരെ, എന്താണ് എന്റെ കൃഷ്ണൻ വരാത്തത്, എന്താ കൊണ്ടുവരാത്തത്? അപ്പൊ ഉദ്ധവര് ആ യശോദാദേവിക്കും നന്ദഗോപർക്കും ഒരു നല്ല ഒരു ആശ്വാസവാക്കുകൾ പറഞ്ഞു കൊടുക്കാൻ. നോക്കൂ, ഇത് നമ്മളും പഠിക്കണം. മാകിത്യതം മഹാബാഹോ ദൃക്ഷത കൃഷ്ണമന്തികേ അന്തർഹൃതി സബൂധാനം. ഈ ശ്ലോകമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? 46 അധ്യായത്തിൽ ഞാൻ വായിക്കുന്ന ഭാഗം. ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലതാണ്. മാകിത്യതം മഹാബാഹോ മാകിത്യതം മഹാഭാഗോ ദൃക്ഷത കൃഷ്ണമന്തികേ അന്തർഹൃതി സബൂധാനം ആസ്തേ ജ്യോതിരിവൈദസി നഹ്യസ്യാസ്തി പ്രിയ കശ്ചിൽ നാപ്രിയോ വസ്തുമാനിന ന ഉത്തമോ നാഥമോ നാഭി സമാനസ്യാസമോഭിവാം യുവയോരേവ നൈവായം ആത്മജോ ഭഗവാൻ ഹരി സർവേഷാമാത്മജോ ഹ്യാത്മാ പിതാമാതാ സൈശ്വര. എന്താ പറയുന്നത്? ഇത്രയുള്ളൂ. നിങ്ങൾ കൃഷ്ണനെ ഇത്രമാത്രം സ്നേഹിച്ചു, ശരിയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ സ്നേഹിച്ച കൃഷ്ണൻ എന്നും നിങ്ങളുടെ മകനായിട്ടിരിക്കാൻ പറ്റില്ല. കൃഷ്ണൻ ഇവിടെ പല കാര്യങ്ങളും ചെയ്യാൻ വന്നതാണ്. അതുകൊണ്ട് കൃഷ്ണന് പോകണം, ദൂരേക്ക് പോകണം. നിങ്ങളുടെ കൃഷ്ണൻ നിങ്ങളെ വിട്ടു എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ദ്രക്ഷത കൃഷ്ണമന്തികേ, കൃഷ്ണനെ എന്ത് ചെയ്യണം? ഉള്ളിൽ കാണണം. ഈ ഉള്ളിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ടു നടന്നാൽ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ഒന്ന് കൃഷ്ണൻ പോയി എന്ന ചിന്തയെക്കാളും കൃഷ്ണൻ കൂടെ ഉണ്ടെന്ന ചിന്തയിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കൃഷ്ണൻ സർവേഷാം ആത്മജോ ഹ്യാത്മാ പിതാ മാതാ. കൃഷ്ണൻ എപ്പോഴും എല്ലാവരുടെയും കൂടെ പല രൂപത്തിൽ ഉണ്ടെന്ന്. ഇത് വളരെ ശ്രദ്ധിക്കണേ അമ്മമാരെ. കാരണം നിങ്ങളൊക്കെ മക്കളെ വളർത്തുന്നവരാണ്. ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ വളരെ ക്ലോസ് അസോസിയേഷൻ വരുമ്പോൾ, ഒരു പ്രോക്സിമിറ്റി വരുമ്പോൾ, ക്ലോസ്നെസ് വരുമ്പോൾ, ഒരു അഫെക്ഷൻ കൂടുമ്പോൾ തീർച്ചയായിട്ടും മെന്റലി നമ്മൾ അറ്റാച്ച്ഡ് ആവും. ഈ മെന്റൽ അറ്റാച്ച്മെന്റ് നമ്മുടെ മനസ്സിലുള്ള അമിതമായ സ്നേഹബന്ധം അതൊരു ബന്ധനമായി മാറും. അപ്പോഴെന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവരൊക്കെ ദൂരേക്ക് പോയാൽ, അകന്നുപോയാൽ, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയാൽ അവരുടെ ലോസ് നമുക്ക് താങ്ങാൻ പറ്റില്ല. ഇന്ന് ഒരുപാട് സ്ത്രീകളെ ഡിപ്രഷനിൽ പോകുന്നത് ഭർത്താവ് മരിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ മക്കളൊക്കെ ദൂരേക്ക് കല്യാണം കഴിഞ്ഞൊക്കെ പോയി. അപ്പം അമ്മമാര് ചിലപ്പോൾ ഡിപ്രഷനിൽ പോകും. കാരണം അവർക്ക് ഞങ്ങൾ ഒറ്റപ്പെട്ടു, ഇനി ആവശ്യമില്ല, ഞങ്ങളെ അവഗണിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു തോന്നൽ. അങ്ങനെയാണ് പല സ്ത്രീകളും പ്രായമാവുന്നതോറും രോഗികളാണ്. ഈ രോഗത്തിന്റെ പ്രധാന കാരണം മനസ്സിന്റെ വിഷമങ്ങൾ, വിഷാദമായി. ഈ 3 വാക്കുകൾ മറക്കരുത്: വിഷമം, വിഷാദം, പിന്നീടത് ശാരീരികമായൊരു രോഗമായി മാറും. വിഷമം, വിഷാദം, രോഗം. ഇപ്പൊ വിഷമങ്ങളെ മനസ്സ് വിഷാദമാക്കും, വിഷാദങ്ങളെ ശരീരം രോഗമാക്കും. ഇത് വരാതിരിക്കണമെങ്കിൽ എന്താ വഴി? മനസ്സിനെ ഒരിക്കലും ഏകാന്തമാവാൻ നമ്മൾ അനുവദിക്കരുത്.
മനസ്സിനെ എൻഗേജ്ഡ് ആക്കുക എന്ന് പറഞ്ഞാൽ, ചിലർ പറയും ഞാൻ എൻഗേജ്ഡ് ആക്കുന്നുണ്ട്, അത് ടി വി കണ്ടിട്ടോ തോണ്ടിയിട്ടോ അങ്ങനെ എൻഗേജ്ഡ് ആക്കാം. പക്ഷേ നമ്മൾ മനസ്സിനെ ഉയർത്തിക്കൊണ്ടിരിക്കണം. അത് അനുഷ്ഠാനങ്ങളും സത്സംഗങ്ങളും നല്ല ബന്ധങ്ങളും, അതിനാണ് നമുക്ക് നല്ല കൂട്ടുകെട്ടുകളൊക്കെ വേണ്ടത്. അങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയാൽ അത് മനസ്സിനെ പടിപടിയായി ഉയർത്തും. ആത്മീയമായ എൻഗേജ്മെന്റ് മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാക്കും. മെറ്റീരിയൽ ആയിട്ടുള്ള എൻഗേജ്മെന്റ് ടൈം പാസ് ചെയ്യും, പക്ഷേ മൈൻഡ് വീക്കായി കണ്ടിന്യൂ ചെയ്യും. രണ്ടും എൻഗേജ്മെന്റ് ആണ്, പക്ഷെ ഒന്ന് മൈൻഡിനെ ഒരു ഡൗൺ ആക്കി വെക്കും, മറ്റേത് മൈൻഡിനെ ഉയർത്തിക്കൊണ്ടിരിക്കും. ഏത് എൻഗേജ്മെന്റ് വേണം എന്ന് നമ്മൾ കണ്ടെത്തും. അതുകൊണ്ടാണ് ഒരു നിമിഷം പോലും കളയരുതാരും. അല്ലെ, പ്രഭാഷണത്തിൽ പറഞ്ഞില്ലേ, എന്താണ് പറയുക, മരണം വരുമിനി എന്ന് നിനച്ചിഹ, വരി എന്താണ്, മരണം വരുമിനി എന്നു നിനച്ചിഹ മരുവുക സതതം നാരായണ. ഇങ്ങനെ മൈൻഡിന് എപ്പോഴും ബോധമുണ്ടാകും. എന്താ മരണം വരുമിനി? മരണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. മരണം എന്ന് പറഞ്ഞാൽ നോട്ട് അൾട്ടിമേറ്റ് ഡെത്ത് അല്ല. മരണം എന്ന് പറഞ്ഞാൽ ഋഷിവര്യന്മാര് മരണത്തെ കുറിച്ച് പറയുന്നത് മനസ്സിന്റെ വിഷമമാണ് മരണം. സുഖം മരിക്കലാണ് മരണം. സുഖം മരിക്കാതിരിക്കണമെങ്കിൽ മനസ്സിനെ നമ്മൾ ഉയർത്തി. എന്താണ് അങ്ങനെ മരണം എന്ന് പറയാൻ കാരണം? വിഷമം പിന്നെ വിഷാദമായാൽ പിന്നെ ജന്മം അതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധ്യല്ല. ഇന്ന് മനസ്സെങ്ങനെയാണോ നാളെ അത് തുടരും. ടുമാറോ ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് ടുഡേ. ഇന്ന് ഞാൻ മൈൻഡിനെ ദുർബലമാക്കിയാൽ ഇന്ന് മൈൻഡ് എന്താണോ ശീലിക്കുന്നത്, ഇന്ന് മൈൻഡിന്റെ സ്വഭാവം എന്താണോ, ഇന്ന് മൈൻഡിന്റെ രീതി എന്താണോ, അതേ അഡിക്ഷനിലേക്ക് മൈൻഡ് നാളെ. അതുകൊണ്ടാണ് കള്ളു കുടിക്കുന്നവൻ പശുക്കളെ പോലെ, പശുക്കൾ 5 മണിക്ക് ആലയിൽ തിരിച്ചെത്തുന്ന പോലെ, അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് 5 മണിക്ക് ആലയിലെത്തുന്ന പോലെ ഇവൻ 5 മണിക്ക് പോയി ക്യൂ നിൽക്കുന്നത്. അപ്പൊ പശുവും ഇവനും തമ്മിൽ വ്യത്യാസമുണ്ടോ? പശു ആലയിലേക്ക് വരുന്നു, ഇവൻ എവിടെ പോകുന്നു? ഇവൻ ബാറിലേക്കോ അല്ലെങ്കിൽ എവിടെ വെച്ചാൽ അതിന്റെ സ്ഥലത്തേക്കോ. ഇവനും പശുവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? അതുകൊണ്ട് പറഞ്ഞു മനുഷ്യരൂപേണ മൃഗം ചരത്തി. ഇവന്റെ രൂപം മനുഷ്യനാണെങ്കിലും സ്വഭാവം മുഴുവൻ ആരുടെയാണ്? മൃഗത്തിന്റെയാണ്. കാരണം പശു, പട്ടികളൊക്കെ നോക്കൂ നിങ്ങൾ, ഭക്ഷണത്തിന്റെ സമയമായി അവൻ ഇല്ലേ, ഉണ്ടോ? ഇതുപോലെ ഈ മൃഗം കഴിക്കേണ്ട സമയമായാൽ അവൻ പോയി. അപ്പൊ അങ്ങനെയുള്ളൊരു മാനസിക അവസ്ഥയിലല്ല മനുഷ്യൻ ജീവിക്കേണ്ടത്. മനസ്സിനെ ഉയർത്തുന്ന അത് നേരത്തെ തന്നെ നിങ്ങൾ തുടങ്ങി വെച്ചാൽ ഈ ജന്മം നിങ്ങൾ ആരും തളരില്ല. അതൊന്നും ആവണ കാലത്ത് ചെയ്യില്ല. അന്ന് ഭർത്താവും ഭാര്യയും സുന്ദരൻ, ഞാനും സുന്ദരി, നീയും ചേർന്നിരുന്ന തിരുവോണായിട്ട് നടത്തും. പിന്നെ മക്കളുടെ പിന്നാലെ ചക്കരെ മുത്തേ പൊന്നേന്ന് പറഞ്ഞിട്ട് ചോറ് ഉരുട്ടിട്ട് അതിന്റെ പിന്നാലെ നടക്കും. അപ്പൊ ഇതിനൊന്നും സമയം കണ്ടെത്തില്ല. പിന്നെ അത് ഉരുട്ടാൻ വരുമ്പോഴാണ് മനസ്സിലാവുക ജീവിതത്തിന്റെ നല്ലൊരു സമയം പറയൂ തീർന്നുപോയി. മനസ്സിലാവുണ്ടല്ലോ. അനുഷ്ഠാനം വിട്ടുകൊണ്ടുള്ള ഒരു കളിയും ജീവിതത്തിൽ ഉണ്ടാവരുത്. അങ്ങനെ ജീവിച്ചു നോക്കൂ നിങ്ങൾ. അനുഷ്ഠാനത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങളെ തളർത്താൻ ഒരാൾക്ക് പോലും സാധ്യത. മീരാബായി വലിയ അനുഷ്ഠാനമുള്ള അമ്മയെ. മീരാബായി കൃഷ്ണനെ വിളിക്കുക. ഇത് ഉദയ്പൂർ രാജവംശത്തിനൊരു അപമാനമായി. കാരണം അന്നത്തെ ഏറ്റവും പ്രസിദ്ധമായ രാജവംശമായിരുന്നു ഉദയ്പൂർ രാജവംശം, മേവാർ രാജവംശം. ആ രാജവംശത്തിനെ സംബന്ധിച്ച് ഒരു രാജ്ഞി വെറും ഒരു തെരുവിൽ കൃഷ്ണ പാട്ടുകൾ പാടുന്ന, വെറും ഒരു കഥാ ആഖ്യാനം നടത്തുന്ന ഒരു സ്ത്രീ, അതവരുടെ കൊട്ടാരത്തിനൊട്ടും താങ്ങാൻ പറ്റുന്നായിരുന്നില്ല. ഇവരെ കൊല്ലാൻ വേണ്ടി അന്നത്തെ രാജാവ് ഒരു
വഴിയൊപ്പിച്ചു. ഘോരമായ പാമ്പിനെ, നല്ല വിഷമുള്ള ഒരു കുഞ്ഞു പാമ്പിനെ നല്ലവണ്ണം ഒരു കൂടയിൽ വെച്ച് അതിന്റെ കൂടെ കുറെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് അതിനുള്ളിൽ കടത്തി കൊണ്ടുപോയി. എന്നിട്ട് ഈ മീരാബായിയുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, അടിയനെ അനുഗ്രഹിക്കണം, ഈ പഴം സ്വീകരിക്കണം. ദേവി ആ പഴം വാങ്ങിച്ച് അനുഗ്രഹിക്കുകയാണ്. ഈ കൂട തുറന്നതും പഴവും ആ പാമ്പ് ഒരു സാളഗ്രാമമായി കിടക്കുക. അത്ര പവർഫുൾ ആയിരുന്നു ഈ ദേവി എന്ന് പറയുന്നത്. ഇന്നും നിങ്ങൾ വൃന്ദാവനത്തിൽ പോയാൽ മീരാഭായിയുടെ തപസ് ചെയ്ത കൂട്ടിയുണ്ട്, അവിടെ സാളഗ്രാമം കാണാൻ പറ്റും. ഈ തരത്തിലൊക്കെയുള്ള തപസ്സിനികളായ അമ്മമാർ ഈ ഭാരത മണ്ണിൽ ഉണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ തപസ്സിന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പറയണ, അതുകൊണ്ട് ഭഗവാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. ഒരിക്കലും തളരരുത്. മനസ്സിനെ എപ്പോഴും നല്ല വിചാരത്തിൽ വെക്കാം. കൃഷ്ണൻ പോയി, കൃഷ്ണൻ ഇല്ല എന്നല്ല ചിന്തിക്കുന്നത്. കൃഷ്ണൻ എപ്പോഴും പറയൂ, കൂടെയുണ്ട് എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ കൂടെ എപ്പോഴും ആരുണ്ടാവും? കൃഷ്ണനുണ്ടാവും. ഞാനേ എൻ്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു അമ്മയാണ്. അവരൊറ്റയ്ക്കാണ്. അവർക്ക് കുറെ മക്കളുണ്ട്. അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരായിപ്പോയി. വലിയ ഭക്തയാണ്. ഒരു വലിയ വീട്ടിൽ താമസിക്കും. ഈ വീട്ടിലൊരിക്കൽ കള്ളൻ കയറി. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ട കഥയാണ്. കള്ളൻ കയറി. ഇവരാണെങ്കിൽ എപ്പോഴും കൃഷ്ണ, നാരായണ, മാധവ, ഗോവിന്ദ, അച്യുത എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളാണ്. നാമം ചൊല്ലി. കള്ളൻ കയറി വീട്ടില് നോക്കണ ആ സമയത്ത് എന്തോ പൂച്ച എന്തോ ചാടിയിട്ട് കടപട പാത്രം ചെയ്തു. അപ്പൊ ഇവര് ഉറക്കെ പറയാൻ, അച്യുത, മാധവ, ഗോവിന്ദ, ഗോപാല, ആരാ അവിടെ എന്ന്. അപ്പൊ കള്ളന്മാര് ജീവനും കൊണ്ടുകൂടി. കാരണം അവരുടെ വിചാരം ഈ ശബ്ദം കേട്ടൊക്കെ അച്യുതനും മാധവനും ഓടി വരിക എന്നാണ്. മുളക് പൊടി, ഒരുവിധം പൊടികളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ. കത്തിയൊക്കെ. ഒരെണ്ണം അവിടെ നിന്നില്ല. എന്നാലോചിച്ച് നോക്കൂ, ആ ഭക്തിക്ക് ശക്തിയില്ല എന്ന് പറയാൻ പറ്റൂ. എന്നാൽ ഇന്നത്തെ സ്ത്രീകളാണെങ്കിൽ അയ്യോ ഇവിടെ ആരും ഇല്ലല്ലോ എന്ന്. കള്ളന് നല്ല വൃത്തിയുടെ കാര്യം മനസ്സിലായി. എന്ത്? കള്ളന് കാര്യം പിടികിട്ടി. എന്ത്? ആരാ ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് ഒറ്റ പറച്ചില് പറഞ്ഞാൽ പിന്നെ കള്ളനുണ്ടോ ബാക്കി കാര്യം ബുദ്ധിമുട്ട്? വെറുതെയാണ് ബീഹാരി വന്ന് തല്ലിക്കൊല്ലുന്നത്. ഇന്ന് എത്ര ബീഹാരിയുടെ അടികൊണ്ടാണ് കുറെ എണ്ണം പോയത്? ആണോ ഇല്ലയോ? ഒരു ലേശം സ്വർണം കിട്ടാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ ഖനികളിലായിരുന്നു സ്വർണം നോക്കിയത്. ഇപ്പൊ ഒക്കെ അമ്മമാരുടെ കഴുത്തിലാണ് നോക്കുന്നത്. ഈ തരത്തിലൊക്കെ ദുരന്തം വരുന്നതിന് കാരണം മനസ്സ് ദുർബലമാണെങ്കിൽ ജീവിതം ദുരന്തമാണ്. മനസ്സ് ദുർബലമാണെങ്കിൽ ജീവിതം ദുരന്തമാണ്.